വെട്ടിച്ച് ആഫ്രിക്കയിൽ പുതിയൊരു അണ്ടർഗ്രൗണ്ട് കളിക്ക് കോപ്പ് കൂട്ടുകയാണോ ഇസ്രായേൽ? ചെങ്കടലിലും ഏതൻ ഉൾക്കടലിലും പുകയുന്ന അന്താരാഷ്ട്ര യുദ്ധ കനലുകൾക്കിടയിലാണ് ഐക്യരാഷ്ട്രസഭയുടെ വിലാസത്തിൽ സൊമാലിയയിലേക്ക് വന്നിറങ്ങിയ ആ 1000 കിലോ ദുരൂഹ ചരക്കിനെ കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവരുന്നത്. ഗാസയിൽ എങ്ങും എത്താതെ നിൽക്കുന്ന സൈനിക നീക്കങ്ങൾക്കിടയിലും ആഗോള ജലപാതകൾ കൈപ്പിടിയിൽ ഒതുക്കാൻ ബെഞ്ചമിൻ നെതന്യാഹു പുതിയ ഇന്റലിജൻസ് മാസ്റ്റർ പ്ലാനുകൾ മെനയുകയാണെന്നാണ് വിമർശകരുടെ പരിഹാസം. സ്വന്തം രാജ്യത്ത് രാഷ്ട്രീയ പ്രതിസന്ധികൾക്കിടയിൽ വലയുമ്പോഴും സൊമാലിയൻ മണ്ണിൽ അത്യാധുനിക രഹസ്യാന്വേഷണ ഉപകരണങ്ങൾ എത്തിച്ച് ചെങ്കടലിലെ രാജാവാകാൻ നോക്കുന്ന നെതന്യാഹുവിന്റെ ഈ പുതിയ സാറ്റലൈറ്റ് കളി ആഫ്രിക്കൻ തീരത്തെ ശരിക്കും പ്രകോപിപ്പിച്ചിട്ടുണ്ട്. സാധാരണ ചരക്ക് കൈമാറ്റമെന്ന ലേബലിൽ UN ഓഫീസിലേക്ക് ഇസ്രായേൽ കമ്പനി അയച്ച ഈ സൈനിക സാമഗ്രികൾ പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തെ എങ്ങനെ മാറ്റിമറിക്കും? ആ രഹസ്യ നീക്കത്തിന്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് നമുക്കൊന്ന് പോവാം. ലെബനൻ ആസ്ഥാനമായ അൽ മയാദിൻ മാധ്യമ ശൃംഖല ജൂലൈ 2 പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിലാണ് ഈ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. മുതിർന്ന പ്രാദേശിക തന്ത്രപരമായ സ്രോതസ്സുകളെ ഉദ്ധരിച്ചുകൊണ്ട് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. റിപ്പോർട്ട് പ്രകാരം ഏകദേശം 1000 കിലോഗ്രാം ഭാരമുള്ള ചരക്ക് ജൂൺ 21 ഇസ്രയേലിൽ നിന്ന് പുറപ്പെട്ട് കെനിയയുടെ തലസ്ഥാനമായ നെയ്റോബി വഴി സൊമാലിയൻ തലസ്ഥാനമായ മെഗാദിഷുവിൽ എത്തുകയായിരുന്നു. ഈ ചരക്ക് മെഗാദിഷുവിലുള്ള ഐക്യരാഷ്ട്രസഭയുടെ ഒരു ഓഫീസിലേക്ക് അയച്ചതായാണ് രേഖപ്പെടുത്തിയതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ ഈ ചരക്കിന്റെ യഥാർത്ഥ സ്വഭാവമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. സ്രോതസ്സുകളുടെ അവകാശവാദം അനുസരിച്ച് ചരക്കിൽ ഉൾപ്പെട്ടിരുന്നത് സൈനികവും രഹസ്യാന്വേഷണ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാനാകുന്ന ഒരു അത്യാധുനിക ആശയവിനിമയ സംവിധാനമായിരുന്നു. ഇസ്രയേലിലെ ഓർ യഹൂദ നഗരത്തിൽ പ്രവർത്തിക്കുന്ന മെർ സെക്യൂരിറ്റി ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് എന്ന കമ്പനിയാണ് ഈ ഉപകരണങ്ങൾ വിതരണം ചെയ്തതെന്നും ഒടുവിൽ അവ മെഗാദിഷുവിലെ ഐക്യരാഷ്ട്രസഭ ഓഫീസിലെത്തിയതായി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. ഈ റിപ്പോർട്ട് പുറത്തു വരുന്നത് യമനിലെ ഹൂതി പ്രസ്ഥാനത്തിന്റെ നേതാവ് അബ്ദുൾ മാലിക് അൽ ഹൂത്തി നടത്തിയ മുന്നറിയിപ്പിന് പിന്നാലെയാണ് എന്നതും ശ്രദ്ധേയമാണ്. ജൂൺ 25 നടത്തിയ പ്രസംഗത്തിൽ സൊമാലിയൻ മണ്ണിൽ ഇസ്രായേൽ സാന്നിധ്യം വ്യാപിപ്പിക്കാനുള്ള ഏതൊരു ശ്രമത്തെയും തങ്ങൾ ഗൗരവമായി കാണുമെന്നും ആവശ്യമായി അതിനെതിരെ നടപടിയെടുക്കാൻ മടിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ആഫ്രിക്കൻ കോമ്പിലെ ഇസ്രായേലിന്റെ സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നത് ഭാവിയിൽ മേഖലയിലെ ശക്തി സമവാക്യങ്ങളെ തന്നെ മാറ്റിമറിക്കുമെന്ന് അൽ ഹൂത്തി മുന്നറിയിപ്പ് നൽകിയിരുന്നു. സൊമാലിയയും ചെങ്കടലും തമ്മിലുള്ള ഭൂമിശാസ്ത്രപരമായ ബന്ധം ഈ വിഷയത്തെ കൂടുതൽ നിർണായകമാക്കുന്നു. ലോക വ്യാപാരത്തിനും ഊർജ്ജ വിതരണത്തിനും അത്യന്താപേക്ഷിതമായ ബാബൽ മന്ദേബ് കടലിടുക്കും ഏതൻ ഉൾക്കടലും നിയന്ത്രിക്കുന്നതിന് വലിയ ശക്തികൾ തമ്മിലുള്ള മത്സരം വർഷങ്ങളായി തുടരുകയാണ്. ചെങ്കടലിലൂടെയും സൂയിസ് കനാലിലൂടെയും ആഗോള ചരക്കു നീക്കത്തിന്റെ വലിയൊരു വിഹിതമാണ് നടക്കുന്നത്. ഈ സമുദ്രമാർഗത്തിൽ സ്വാധീനം നേടുക എന്നത് സാമ്പത്തികമായും സൈനികമായും വൻ നേട്ടമാണ്. അൽ ഹൂത്തിയുടെ വാദം അനുസരിച്ച് സൊമാലിയയിൽ സാന്നിധ്യം ശക്തിപ്പെടുത്തുന്നതിലൂടെ ചെങ്കടലിലെയും ബാബൽ മന്ദേബിലെയും സ്ഥിതിഗതികൾ കൂടുതൽ സ്വാധീനിക്കാൻ ഇസ്രായേൽ ശ്രമിക്കുന്നുണ്ടെന്നാണ്. സൊമാലിയയിലെ നിലവിലെ സംഭവ വികാസങ്ങളും ഏതൻ ഉൾക്കടലിന്റെ ബാബൽ മന്ദേബിന്റെയും നിയന്ത്രണം ഏറ്റെടുക്കാൻ ഇസ്രായേൽ നടത്തുന്ന നീക്കങ്ങളും ഞങ്ങൾ ആശങ്കയോടെയാണ് നിരീക്ഷിക്കുന്നത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവന. ചെങ്കടൽ തീരദേശ രാജ്യങ്ങൾ ഈ വിഷയത്തിൽ ഏകോപിതമായ നിലപാട് സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സമീപകാലത്ത് സൊമാലിയയിൽ നിന്ന് വേർപെട്ട് സ്വതന്ത്ര രാഷ്ട്രമായി സ്വയം പ്രഖ്യാപിച്ച സൊമാലിലാൻഡുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന റിപ്പോർട്ടുകളും ഈ വിവാദത്തെ കൂടുതൽ സങ്കീർണമാക്കുന്നുണ്ട്. സൊമാലിലാൻഡിനെ ഇസ്രായേൽ അംഗീകരിക്കുമോ എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും യമനിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് ചില സഹകരണ സാധ്യതകൾ ചർച്ചയിലുണ്ടെന്നുള്ള ആരോപണങ്ങളും ഇതിനകം തന്നെ പ്രാദേശിക രാഷ്ട്രീയത്തിൽ ചലനങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. സൊമാലിയയിലേക്ക് ഐക്യരാഷ്ട്രസഭയുടെ പേരിൽ സൈനിക രഹസ്യാന്വേഷണ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാനാവുന്ന ഉപകരണങ്ങൾ എത്തിച്ചെന്ന ആരോപണങ്ങൾ സത്യമാണോ എന്നത് ഇനിയും സ്വതന്ത്രമായി സ്ഥിരീകരിക്കപ്പെടേണ്ട വിഷയമാണ്. എന്നിരുന്നാലും ഈ റിപ്പോർട്ട് ഉയർത്തുന്ന ചോദ്യങ്ങൾ വളരെ ഗൗരവമേറിയതാണ്. കാരണം ഇതൊരു സാധാരണ ചരക്ക് നീക്കത്തിന്റെ കഥ മാത്രമല്ല. ചെങ്കടൽ, ബാബൽ മന്ദേബ് കടലിടുക്ക്, ആഫ്രിക്കൻ കോമ്പ് എന്നിവയെ കേന്ദ്രീകരിച്ച് രൂപം കൊണ്ടിരിക്കുന്ന പുതിയ ആഗോള ശക്തി പോരാട്ടത്തിന്റെ സൂചനയായും ഇതിനെ കാണപ്പെടുന്നു. ലോക വ്യാപാരത്തിന്റെ നിർണായക സമുദ്രപാതകളിൽ സ്വാധീനം ഉറപ്പിക്കാനുള്ള മത്സരം ശക്തമാകുമ്പോൾ സൊമാലിയ പോലുള്ള തന്ത്രപ്രധാനമായ രാജ്യങ്ങൾ വലിയ ശക്തികളുടെ ഭൗമരാഷ്ട്രീയ കണക്കുകൂട്ടലുകളുടെ കേന്ദ്രബിന്ദുവായി മാറുകയാണ്. പ്രത്യേകിച്ച് ചെങ്കടൽ മേഖലയിൽ യമൻ സംഘർഷം, ഹൂതി ആക്രമണങ്ങൾ, ഇസ്രായേൽ പലസ്തീൻ സംഘർഷം, അമേരിക്കയുടെയും മറ്റു പാശ്ചാത്യ രാജ്യങ്ങളുടെയും വർദ്ധിച്ചു വരുന്ന സൈനിക സാന്നിധ്യം എന്നിവ ഇതിനകം തന്നെ സുരക്ഷാ സാഹചര്യം കൂടുതൽ സങ്കീർണമാക്കിയിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ സൊമാലിയയിലോ അതിന്റെ സമീപ പ്രദേശങ്ങളിലോ ഏതെങ്കിലും പുതിയ സൈനികമോ രഹസ്യാന്വേഷണപരമോ ആയ നീക്കങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ അത് മേഖലയിലെ ശക്തി സമവാക്യങ്ങളെ കാര്യമായി ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ തന്നെ റിപ്പോർട്ടിലുള്ള വിവരങ്ങളുടെ നിജസ്ഥിതി വ്യക്തമാക്കുന്നതും ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സ്ഥാപനങ്ങൾ കൂടുതൽ സുതാര്യമായ വിശദീകരണം നൽകുന്നതും ആഗോളതലത്തിൽ വിശ്വാസ്യത ഉറപ്പാക്കാൻ നിർണായകമാണ്. ചുരുക്കത്തിൽ ലോക വ്യാപാരത്തിന്റെ ജീവനാഡിയായി കണക്കാക്കപ്പെടുന്ന ചെങ്കടലിനെയും ബാബൽ മന്ദേബിനെയും ചുറ്റിപ്പറ്റിയുള്ള നിശബ്ദ ശക്തി പോരാട്ടം ഭാവിയിൽ കൂടുതൽ തുറന്ന സംഘർഷങ്ങളിലേക്ക് വഴിമാറുമോ?
അതോ നയതന്ത്ര ഇടപെടലുകളിലൂടെ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കാനാകുമോ എന്നതാണ് ഇനി ലോകം ഉറ്റുനോക്കുന്നത്. കാരണം ഈ മേഖലയിൽ ഉണ്ടാകുന്ന ഏത് ചെറിയ ചലനവും പ്രാദേശിക രാഷ്ട്രീയം മാത്രമല്ല, ആഗോള സമ്പദ് വ്യവസ്ഥയും അന്താരാഷ്ട്ര സുരക്ഷാ സംവിധാനങ്ങളെയും നേരിട്ട് സ്വാധീനിക്കാൻ ശേഷിയുള്ളതാണ്.